അന്വേഷണത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ പോലീസ് പീഡിപ്പിക്കുന്നു. പരാതിയുമായി കസ്റ്റംസ് മേധാവി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള പോലീസിനെതിരെ DGPക്ക് പരാതി നൽകി കസ്റ്റംസ് ചീഫ് കമ്മീഷണർ. അന്വേഷണത്തിന്റെ പേരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പോലീസ് അകാരണമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലും ക്വാർട്ടേഴ്സിലും റെയ്ഡ് നടത്തിയതിൽ സംസ്ഥാന പോലീസ് മേധാവിയെ അതൃപ്തി അറിയിച്ച് ചീഫ് കസ്റ്റംസ് കമ്മീഷണർ കത്തയച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിജിലൻസ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് കത്ത്. തെളിവുകളില്ലാതെ നിരന്തരമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വേട്ടയാടുകയാണെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ മനോജ് കെ അറോറ കഴിഞ്ഞ മാസം 27-ന് നൽകിയ കത്തിൽ പറയുന്നത്. തുടർച്ചയായുള്ള പരിശോധനകളിലാണ് ചീഫ് കസ്റ്റംസ് കമ്മീഷണർ നീരസം പ്രകടിപ്പിച്ചത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലാണ് CASF അസിസ്റ്റന്റ് കമാൻഡ് നവീൻ കുമാർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ സന്ദീപ് നെയ്, ഗ്രൗണ്ട് ഹൗണ്ടീലിംഗ് സ്റ്റാഫായിരുന്ന ഷറഫ് അലി എന്നിവരുടെ വീടുകളിലും ക്വാർട്ടേഴ്സുകളിലുമെല്ലാം പരിശോധന നടത്തിയത്. സന്ദീപിന്റെ ഹരിയാനയിലെ കൈത്തലയിലുള്ള വീട്ടിലും കോഴിക്കോട് ക്വാർട്ടേഴ്സിലും വിജിലൻസ് പരിശോധന നടത്തി. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഇൻസ്പെക്ടറായ സന്ദീപ് കമ്മീഷൻ കൈപ്പറ്റുന്നുവെന്ന വിവരത്തിലാണ് കോടതിയിൽ നിന്നും സെർച്ച് വാറണ്ട് വാങ്ങി വിജിലൻസ് പരിശോധന നടത്തിയത്. എന്നാൽ സന്ദീപിനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ലെന്നും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയതല്ലാതെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ കമ്മീഷണറുടെ അനുമതി തേടിയില്ലെന്നും പരാതിയായി കത്തിൽ ഉന്നയിക്കുന്നുമുണ്ട്. പരസ്പരം ബഹുമാനവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ചീഫ് കമ്മീഷണർ മനോജ് കെ അറോറ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ മാസം 27-ന് നൽകിയ കത്തിൽ പറയുന്നത്.